ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ രുചിയുള്ള നല്ലൊരു ചായയുടെ റെസിപ്പി ആയിട്ടാണ്. ഈ മഴയുള്ള സമയത്ത് കുടിക്കാൻ പറ്റിയ നല്ല ചായയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ആദ്യമായിട്ട് ഈ ചാനൽ വന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ചായ ഉണ്ടാക്കാനായിട്ട് ഇതേ ഒരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ ഒരു കപ്പ് 250 ml കപ്പാണ്, അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ ചായ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുകൊണ്ട് കാണിച്ചെന്നേ ഉള്ളൂ. കാരണം ഈ മഴയത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു ചായയാണ് കേട്ടോ. അപ്പോൾ ഇത് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് മെയിനായിട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് ഇഞ്ചിയാണ്. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ നിറയെ ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി ചതച്ച് ചേർക്കരുത്, ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ചതച്ചാൽ ടേസ്റ്റ് ആയതിൻ്റെ ഒരു ഫ്ലേവർ കൂടിപ്പോവും. നമുക്ക് ഇഞ്ചി ചേർത്തതിന് ശേഷം 1 മിനിറ്റ് ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ആ ഫ്ലേവറൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം മാത്രം നമ്മൾ ഇതിനകത്തോട്ട് നല്ല കട്ടിയുള്ള 1 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാലും വെള്ളം ഒരേ അളവിലാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇഞ്ചി ചായ തന്നെ നമുക്ക് പല രീതിയിലും ഉണ്ടാക്കാം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് പഞ്ചസാരയാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടില്ല. അതങ്ങനെ ഒത്തിരി മധുരം ഉണ്ടാവില്ല. നിങ്ങൾക്ക് അത്യാവശ്യം മധുരം വേണമെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ ചേർക്കേണ്ടി വരും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മൾ ഇഞ്ചി ചേർത്തു എന്ന് വിചാരിച്ച് ഇഞ്ചി ഇഷ്ടമില്ലാത്തവർക്ക് ഈ ചായ ഇഷ്ടാവില്ല എന്നൊന്നും ഇല്ല കേട്ടോ. കാരണം ഇഞ്ചിയുടെ ആ ഒരു കുത്തന ഫ്ലേവർ ഒന്നും ഉണ്ടാവില്ല ചായക്ക്. കുടിക്കുമ്പോൾ തന്നെ തൊണ്ടയ്ക്കൊക്കെ നല്ലൊരു സുഖം ഉണ്ടാവും ഈ ചായ കുടിക്കുമ്പോൾ. അപ്പോൾ ഇത് തിളച്ച് വരുന്നുണ്ട്. പാല് തിളച്ച് വന്നാൽ നമ്മൾ അപ്പം തന്നെ ആ ഒരു ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊരു 10-30 സെക്കൻഡും കൂടി ഒന്ന് വേവിച്ചെടുക്കുക. കാരണം ആ ഒരു വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ ഒന്ന് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിനകത്തോട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചായപ്പൊടി ഏതെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ നിറയെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല പൊടിയൊക്കെ ആണെങ്കിൽ നമുക്ക് 2 ടീസ്പൂൺ ചേർത്ത് കഴിഞ്ഞാൽ രുചി ഉണ്ടാവുള്ളൂ കേട്ടോ. നമ്മൾ ഈ ലൂസായിട്ട് വാങ്ങിക്കുന്ന പൊടിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം കണക്കറിയായിരിക്കും എത്രയാണ് കടുപ്പത്തിന് വേണ്ടതെന്നുള്ളത്. അപ്പോൾ അത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിത് 2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഇതിന് മുമ്പും ഒരു അടിപൊളി ചായയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. ഒത്തിരി നല്ല കമൻറ്റ്സ് കിട്ടിയിട്ടുള്ള ഒരു റെസിപ്പി ആയിരുന്നു. പക്ഷേ അതിലേക്ക് തന്നെ നമുക്ക് 1-2 നെഗറ്റീവ് കമൻറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചായ ഇപ്പോൾ ആർക്കാണ് ഉണ്ടാക്കാൻ അറിയാത്തതെന്നുള്ളത്. പക്ഷേ ചായ ഉണ്ടാക്കാൻ അറിയാത്ത 1-2 പേരെങ്കിലും ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും എന്ന് എനിക്കറിയാം. കാരണം പുതിയതായിട്ട് കല്യാണം കഴിഞ്ഞവർക്കൊന്നും നല്ലൊരു ചായ ഉണ്ടാക്കാൻ അറിയണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. നല്ലൊരു ഇഞ്ചി ചായയാണിത്. അപ്പോൾ ഇത് നമ്മുടെ ചായ ഇവിടെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് തിളച്ചോട്ടെ. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. നമ്മൾ ഇഞ്ചിയൊക്കെ ചേർത്തല്ലേ, നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയുക. ഇങ്ങനെ ഉണ്ടാക്കുന്നവർ അതിനെ പറ്റിയിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമുക്ക് ഈ ഇഞ്ചി മാത്രം ഇടുന്നതിന് പകരമായിട്ട് മസാല ചായ വേണമെങ്കിലും ഉണ്ടാക്കാം, ഏലക്കായയും പട്ടയൊക്കെ ചേർത്തിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. ഇഞ്ചി ചായ ഇഷ്ടപ്പെട്ടവർ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളോട് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.